ഡിയർ ഫ്രണ്ട്സ്, നന്ദികേട് കാണിക്കുന്നവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം? നമ്മുടെ ജീവിതം മുഴുവൻ ഇവർക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്തുവെന്ന് നമുക്ക് മനസ്സിൽ തോന്നും. എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തിട്ടും ഇവർക്ക് അല്പം പോലും നന്ദിയില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? തെറ്റു പറ്റുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. എന്നാൽ തെറ്റ് പറ്റിയാൽ അത് തിരുത്തുക എന്നുള്ളതും മനുഷ്യ സഹജമാണ്. ക്ഷമിക്കുക എന്നുള്ളതോ അതൊരു ദൈവിക ഗുണമാണ്. ചിലപ്പോഴൊക്കെ ഏറ്റവും സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്തുവാലും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാം. അത് നമ്മൾ വില കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത്, ചെയ്യേണ്ട നേരത്ത്, ചെയ്യേണ്ട രീതിയിൽ, അത് കൃത്യമായ സ്ഥലത്ത് നോക്കിക്കണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമുള്ളതാണ്. സത്യസന്ധമായിട്ട് കുറേ കാര്യങ്ങളും ചെയ്യുക, നമ്മളുടെ ഭാഗം കൃത്യമായി ചെയ്യുക. ആര് നമ്മളോട് നന്ദികേട് കാണിക്കുന്നു, അവർ അവരുടെ ഭാഗം ചെയ്യുകയാണ്. ആര് മോശമായി പറഞ്ഞാലും അത് അവരുടെ ഭാഗമാണ്, അവരുടെ ഭാഗം ചെയ്യുകയാണ്. ജീവിതം എന്ന നാടകത്തിലെ അഭിനേതാക്കളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ശരീരം എന്നതോ നമ്മുടെ ഭാഗം അഭിനയിക്കുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ അഭിനയിക്കാനായി കിട്ടുന്ന വസ്ത്രം പോലെയാണ്. ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് ഓരോ ഭാഗവും വ്യത്യസ്തമായിരിക്കും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ എന്തുകൊണ്ട് നമ്മളോട് നന്ദി കാണിച്ചില്ല, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് നമ്മളോട് നന്ദികേട് കാണിച്ചു എന്നൊരു ഫീലിങ്സ് നമുക്കുണ്ടാവില്ല. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ഈശ്വരൻ ഏറ്റവും ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ഉത്തരവാദിത്വത്തോടും ഏറ്റവും ഭംഗിയായും അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിനായി ആദ്യം വേണ്ടത് നമ്മളുടെ വാല്യൂസ് തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവർക്കും എന്ത് സന്ദേശം കൊടുക്കുവാൻ കഴിഞ്ഞു, നമുക്കങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ജീവിതം ഫ്രൂട്ട്ഫുൾ ആയിരിക്കുക. എവിടെ നിന്നും ലഭിക്കുന്ന അറിവുകൾ അത് നമുക്ക് ഗുണകരമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് കൂട്ടിച്ചേർത്തിരിക്കണം. ഒരാൾ നമ്മളോട് നന്നായി പെരുമാറണമെന്നത് അത് നമ്മുടെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് നമുക്ക് ദേഷ്യമോ വെറുപ്പോ ഒക്കെ തോന്നുന്നത്. ഓരോ കർമ്മം ചെയ്യുമ്പോഴും അത് നിഷ്കാമകർമ്മമായി ഇരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരു പുഞ്ചിരി പോലുമോ തിരിച്ച് പ്രതീക്ഷിക്കാതെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. കർമ്മം എന്ന് പറയുന്നത് ഒരു വിത്ത് പോലെയാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് മുളയ്ക്കും. നല്ല വിത്ത് എന്ന നല്ല കർമ്മം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഫലങ്ങളും, മോശം കർമ്മമാണെങ്കിൽ മോശം ഫലങ്ങൾ ലഭിക്കുന്നു. എടുക്കുന്ന തീരുമാനങ്ങൾ പോലെയിരിക്കും കാര്യങ്ങളുടെ കിടപ്പ്. നമ്മൾ ശക്തമായ തീരുമാനമെടുക്കണം. എവിടെയാണെങ്കിലും, എത്ര നല്ല ബന്ധുക്കളാണെങ്കിലും, എത്ര മിത്രങ്ങളായാലും, തനിക്കുള്ളിലിരിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് ലഭിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവരോട് ഇടപഴകുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുക. അപ്പോൾ മനസ്സ് ശാന്തവും സ്വസ്ഥവുമായിരിക്കും.